ഇതാണ് മീൻ തുളസി അഥവാ ഫിഷ് മിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇത് അധികം ആളുകളും കാണാത്ത ഒരു ചെടിയാണ് കേട്ടാ ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഇലകൾക്ക് നല്ല മീനിന്റെ മണവും നല്ല മീനിന്റെ രുചിയുമാണ്. നമുക്ക് പച്ചക്കറികളിലും സലാഡുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് കേട്ടാ ഈ ഫിഷ് മിന്റ് എന്ന് പറഞ്ഞാല്. നല്ല ഈർപ്പമുള്ള സ്ഥലത്ത് നന്നായിട്ട് തന്നെ തഴച്ച് വളരും. നമുക്ക് വലിയ പരിചരണങ്ങളൊന്നും വേണ്ട, നമുക്ക് ചെറിയ ചെടിച്ചട്ടി പോലും വളർത്താൻ പറ്റിയതാണ്. അപ്പൊ പരമ്പരാഗത ചൈനീസ്, ജാപ്പനീസ്, ആയുർവേദ, സിദ്ധവൈദ്യം എന്നിവയിലൊക്കെ മീൻ തുളസിയുടെ ഔഷധ ഗുണങ്ങളെ പറ്റി നന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആസ്മ ഉള്ളവർക്കൊക്കെ മീൻ തുളസി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലൊരു ആശ്വാസം കിട്ടും. അതുകൂടാതെ വെയിറ്റ് ഒക്കെ ഉള്ളവർക്കൊക്കെ വെയിറ്റ് കുറക്കാനൊക്കെ നല്ലതാണ് ഈ മീൻ തുളസിയുടെ ഇല ഉപയോഗിക്കണത്. പിന്നെ നമുക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കണത് നല്ലതാണ്. ശക്തിയായ പനി ഉള്ളപ്പോൾ ഫിഷ് മിന്റ് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ കുറയുകയും ചെയ്യും.